ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ അതായത് ചായയും കടിയെല്ലാം ആക്കി. അപ്പോൾ ഉച്ചയ്ക്ക് മീൻ വന്നാലും മീൻ വാങ്ങി. അതായത് ഇത് നാളത്തേക്കുള്ള മീനാണ് കേട്ടോ. അതായത് തിങ്കളാഴ്ച രാവിലെ ഏട്ടന് പോകുമ്പോഴേക്കും പിന്നെ കറിയെല്ലാം വെച്ച് കൊടുക്കണമല്ലോ. അപ്പം അതിൻ്റെ മീനാണ് അത്. അപ്പം 2 തരം കറി ഉണ്ടാക്കും. അതുകൊണ്ട് മീൻ ഇത്തിരിയേ വേണ്ടു. 1 കിലോ 1.5 കിലോനടുപ്പിച്ചിട്ട് മീൻ വാങ്ങിക്കും. അപ്പോൾ അത് മുറിച്ച് വേസ്റ്റ് റിംഗ് കമ്പോസ്റ്റിൽ കൊണ്ടിട്ട് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ പന്നിയും മറ്റുള്ള സംഭവങ്ങൾ തേച്ചും വന്നിട്ട് ആടെ തേച്ചും കൊത്തി പറിച്ചിട്ട് ആകെ നാശകോശാക്കിയിടും. അല്ലെങ്കിൽ അത് കുഴിച്ചിടണം. ഇതിപ്പോൾ അതിലിട്ടാൽ പണി ലാഭമായി അല്ലേ. അപ്പോൾ ഇതാ നമുക്കിനി മീനൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് വേറെ ഒരു മീനുണ്ട്, അയക്കൂറ മീനില്ലേ, അത് ഇന്ന് കിട്ടീന്. അപ്പോൾ അത് ഇന്ന് ബിരിയാണി വെക്കാമെന്നാണ് പ്ലാന്. അപ്പം പിന്നെ ചിക്കൻ ഉണ്ട് കുറച്ച് കുറച്ച് കാലമായി അതവിടെ കിടക്കുന്ന സമയമില്ല വെക്കാൻ. അതുകൊണ്ട് അതും ഇന്നൊന്ന് എന്തെങ്കിലും ആക്കി വെക്കണം. അപ്പം ഇന്നത്തെ കാര്യം കുശാൽ. അപ്പം പുറത്തുനിന്ന് എത്ര കഴുകിയാലും അകത്തെത്തിയാലും അനക്കൊന്ന് കഴുകിയിട്ടില്ലെങ്കിൽ ഒരു തൃപ്തി കിട്ടൂല. അപ്പം ഞാനത് അകത്തുനിന്നും കൂടി ഒന്ന് കഴുകി മഞ്ഞൾ മുളക് ഉപ്പെല്ലാം പെരട്ടി ആടെ ഫ്രീസറിൽ വെക്കും. ഫ്രീസറിൽ തന്നെ വെക്കും കേട്ടോ. പിന്നെ ചീത്തയായി പോയിട്ടുണ്ടെങ്കിലോ നാളത്തേക്കുള്ള ആവശ്യത്തിനാണല്ലോ. അപ്പം പിന്നെ വെച്ചാൽ രാവിലെ ഒരു 6:30 ആകുമ്പോഴേക്ക് കറികളെല്ലാം ആവണം. പിന്നെ ഇത് മീൻ പെരട്ടി ഐസ് പോയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അതെല്ലാം അവിടെ സെറ്റാക്കി വെക്കട്ടെ. അതെല്ലാം ആയി അവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച്. അപ്പം ഞാൻ അയക്കൂറി എന്താണിത് ഫ്രീസറിൽ കുറച്ച് സമയം വെച്ചിന് കേട്ടാ. അപ്പോൾ അത് കുറച്ചിങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുമല്ലോ, അങ്ങനെയല്ല. അപ്പം മുറിക്കുമ്പോൾ നല്ല പൊടിഞ്ഞു പോവാണ്ട് കിട്ടും. അങ്ങനെ മനസ്സിലായില്ലേ? അപ്പോൾ ഇതാ ഇത് വേഗം എളുപ്പത്തിൽ മുറിക്കാൻ പറ്റിയ കേട്ടോ. കുറേ കാലമായി അയക്കൂറ കിട്ടാത്തത്. അപ്പോൾ ഇന്ന് വാങ്ങിയതാ. ഇപ്പം അയക്കൂറക്കെല്ലാം പൈസ ഇച്ചിരി കുറവാണ് തോന്നുന്നു അല്ലേ. അതുകൊണ്ട് പിന്നെ ഇന്നൊരു അയക്കൂറ കണ്ടിട്ട് ഞാൻ അതിനെ അങ്ങ് വാങ്ങി. അപ്പം അധികം പുഴ മത്സ്യമാണ് കിട്ടൽ. ഇവിടെ മറ്റേ അത് മുറിക്കണമെങ്കിൽ വലിയ പാടാണ്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് സിമ്പിൾ, വേഗം കിട്ടുന്നുണ്ടായിരുന്നു കേട്ടാ. ഫ്രഷാണോന്നൊന്നും എനക്കറിയില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് അതായത് നിലത്തോട്ടേക്ക് ആവുന്നു. പലകക്ക് നീളം കുറവായോണ്ടായിരിക്കാം. സാരമില്ല, കഴുകേണ്ടതല്ലേ. അപ്പോൾ നമുക്ക് ശരിയാക്കി എടുക്കാം അല്ലേ. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. എനക്കൊന്നും സത്യം പറഞ്ഞാൽ തിരിയുന്നില്ല. അങ്ങനെ ഞാൻ അത് കഴുകിയെടുത്ത് പിന്നെ അടുക്കളയിൽ കൊണ്ടുവച്ചു. ഞാൻ വീണ്ടും പറഞ്ഞ പോലെ അതും ഒന്ന് അകത്തുനിന്നൊക്കെ കഴുകി അതിനൊന്ന് നമുക്ക് മസാല തേച്ച് വെക്കാം. അത് പിന്നെ അപ്പം ബാക്കി മറ്റേ നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് മസാല തെച്ച് മാറ്റിയെടുത്ത് ചിക്കനുള്ളത് ചിക്കനും ഒന്ന് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇട്ടില്ല. കയ്യൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കളയിലെ പണി തീരുക. അപ്പം അയക്കൂറി എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ വെച്ചു. എന്നിട്ട് ചിക്കൻ എടുത്തിട്ട് അതിലോട്ടേക്ക് വെച്ചേ വേറെ പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ നാറ്റക്കേസെല്ലാം ആദ്യമേ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പണിയില്ലല്ലോ. പക്ഷെ ഈ മത്തി ഒന്ന് മുറിച്ചുകൊണ്ടറിയാം അലക്കിയിട്ടും കുളിച്ചിട്ടും നാറ്റം പോവാൻ ഇച്ചിരി പണിയാണ് കേട്ടാ. ഈ ഞായറാഴ്ച ദിവസം മിക്കപ്പോഴും പെണ്ണുങ്ങൾക്ക് പണി തന്നെയാണല്ലേ. അതിൽ സാരമില്ല, അതെല്ലാം ഒരു സന്തോഷം. ചിലപ്പം ഭദ്രകാളിയാവും, ചിലപ്പോൾ അങ്ങനെയല്ല ആണ്. ഒരവസ്ഥയിലിരിക്കും. എൻ്റെ കോലും പാവലും ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടാ. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ചോറുണ്ട്, നമുക്കത് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കാം. അതായത് പിന്നെ അപ്പൂന് നമ്മളെ നായിക്കും വേണേ നമുക്കും കഴിക്കാൻ നല്ല ചോറാണ് കേട്ടോ. അങ്ങനെ ചോറെല്ലാം വെറുതെ കളയാൻ കഴിയുമോ. അങ്ങനെ അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് അപ്പോഴേക്കും വിറകെല്ലാം വെക്കുന്നിടത്ത് ആകെ ശോകമുഖമായിരുന്നു. അപ്പോൾ നമുക്ക് ആ അടുപ്പിൻ്റെ താഴെയുള്ള സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം അത് ഓരോന്ന് ഇതെല്ലാം വെച്ചാൽ എൻ്റെ കോലം പാവെല്ലാം വെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഏകദേശം എല്ലാം വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാൻ പോയി കുളിക്കൂലോ. അല്ലെങ്കിൽ പിന്നെ കുളിയെല്ലാം പിന്നെ കുളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഈ കോലത്തിൽ കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ അല്ലേ. വീട്ടിൽ നിൽക്കുമ്പോൾ ശരിക്കും നായിക്കോലം. അപ്പം ഇതിനെല്ലാം ഞാൻ എടുത്തിട്ട് അടുപ്പിലിട്ട് കേട്ടോ. പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, ചപ്പ് ചവറുകളേ ഉള്ളൂ. അത് വെച്ചാൽ അടുപ്പിൻ്റെ എടുത്തതല്ലേ, വെറുതെ പുറത്തു കൊണ്ടുപോയി കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തലേ ദിവസത്തെ മീൻ അങ്ങനെ അതെല്ലാം അപ്പൂൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ എന്താ പറയുക, ഈ സംഭവം എന്ന് വെച്ചാൽ കഴുകിയിട്ട് തീരുന്നുമില്ല. പ്രാന്ത് അങ്ങ് വരുവാക്ക്. എത്ര കഴുകിയാലും തീരാതൊരു സംഭവമാണ് ഇത്. എല്ലാവർക്കും ഇത് തന്നെയല്ലേ അവസ്ഥ അല്ലേ. ഇത്രമാത്രം പാത്രം ഇടുന്നാന്നാ ഞാൻ വിചാരിക്കുന്നത്.
അപ്പം ഇത് പിള്ളേരുള്ള വീട്ടിലൊന്നല്ല, എല്ലാവരുടെ വീട്ടിലും പാത്രങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതെല്ലാം ഒന്ന് കഴുകി വരുമ്പോക്ക് അടുത്തത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. അതാവുമ്പോക്ക് ആദ്യം ഇത് തന്നെ പണി. അപ്പം പിന്നെ ഇതൊരിക്കൽ ഞാൻ ക്ലീൻ ആക്കിയിട്ട് പോയതാ. വീണ്ടും നോക്കിയാട്ടെ എന്തെന്നാ അവസ്ഥ. ഞാൻ ഇവിടുന്ന് കലമ്പിക്കൊണ്ടിരിക്കലാന്നേ. ഞാനിത് അങ്ങനെ ഇങ്ങനെ എല്ലാം ആടെ ഈടി എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയാണെല്ലാം പറഞ്ഞ് കഴുകല. പിന്നെ ഇതിപ്പോൾ ഒതുക്കി വെച്ചിട്ടും കാര്യമില്ല, എനക്ക് വട്ട് വേറെ എന്തെന്ന്. അപ്പം പിന്നെ ബേക്കറി സാധനം ഉള്ളതും എല്ലാം പുറത്തോട്ടേക്ക് എടുത്ത് വെച്ചിന്. അതെന്നാ ഉള്ളിലോട്ടേക്ക് എടുത്ത് വെക്കാനുള്ള ബോധമൊന്നും ഇവരിക്കില്ല. അതാണ് അവസ്ഥ കേട്ടാ. അപ്പോൾ എല്ലാം ഒതുക്കി വെക്കാം. പിന്നെ ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ആരെങ്കിലും വന്ന് ഇതാണ് കേട്ടോ കണ്ണൂരപ്പം. അപ്പോൾ പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ഇനി ഇത് അപ്പൂനുള്ള ഫുഡാണ്, അത് അമ്മ കൊടുക്കും. അപ്പോൾ പിന്നെ അവിടെയും എല്ലാം തുടച്ചിട്ടും പിടിച്ചിട്ടും ഒന്നും കാര്യമില്ല കേട്ടാ. അപ്പോൾ അതെല്ലാം കുറേ പാത്രം വീണ്ടും കഴുകാനുണ്ട്. ഇത് തന്നെയാണല്ലേ പണി. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞപാട് ആമി എന്തോ എടുത്തിട്ട് കഴിക്കാൻ പോയി. പാത്രം വലിച്ചിട്ട് ആടെ നിരത്തി വെച്ച്. അപ്പോഴത്തേക്കും വീട്ടിൽ ഗസ്റ്റ് വന്ന്. അപ്പോൾ അവർക്ക് ചായ വെക്കണമല്ലോ. അപ്പോൾ കൈയൊക്കെ കഴുകി പിന്നെ ഞാൻ ചായ വെക്കാനുള്ള പരിപാടിയെ. ചായ ഏകദേശം റെഡി ആവട്ടെ. അപ്പോഴത്തേക്ക് ഇത് തന്നെ മക്കളെ പരിപാടി. ഇത് തന്നെ ഏകദേശം അജ്ജലാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നു. ഓനുണ്ടെങ്കിൽ ഒരു ഇതാണ്. അപ്പം ബേക്കറി സാധനം കഴിഞ്ഞതിൻ്റെ ഞാൻ അന്നേരം തന്നെ കഴുകി ആടെ ഉണക്കാൻ വെക്കും. അന്നേരം പിന്നെ കുഴപ്പമില്ല. ഇതെന്തിനാ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പാട ഉണ്ടാവില്ലേ, മേലിലുള്ള പാട, അത് ഞാൻ പിന്നെ തൈരിലേക്ക് ഒഴിക്കും. അതുകൊണ്ട് നമ്മൾ വയ്യ കലക്കിയിട്ട് നെയ്യാക്കും. അപ്പോൾ അത് ദിവസവും എൻ്റെ അമ്മ പണ്ട് പറയും, പിന്നെ ദിവസവും പിന്നെ മോരിൻ്റെ അതായത് ഇങ്ങനെ കുപ്പി മാറ്റി വെക്കണം, അല്ലെങ്കിൽ പുഴു വരുമ്പോഴും. അങ്ങനെയല്ല പറയല്. അത് ഞാൻ എപ്പോഴും അതങ്ങനെ ക്ലീൻ ചെയ്യും. അപ്പോൾ കുടിക്കേണ്ട വെള്ളം വെച്ച പാത്രം എല്ലാം എടുത്തിട്ട് പുറത്ത് കൊണ്ടിടാം. മാറ്റിയിട്ട് കഴുകാനുള്ള പാത്രത്തിൻ്റെ അടുക്ക കൊണ്ടിടാം. അതും ഇനി വേറെ ഉണ്ട് അവിടെ പുറത്ത് കഴുകാൻ. ഏകദേശം ചായേൻ്റെ പരിപാടി ആയി കേട്ടാ. അപ്പോൾ ഇവർക്ക് നിന്നാൽ കൊടുക്കുവാന്നെല്ലാം വിചാരിച്ചിരിക്കല. ബേക്കറി എല്ലാം ഉണ്ട് കേട്ടാ. അപ്പം പിന്നെ ധൈര്യമായി. ചില ദിവസങ്ങളിൽ ബേക്കറി കൊണ്ടച്ചതേ ഓർമ്മയുണ്ടാവില്ല, ഇവർ തെച്ചും തീർക്കും. ആരെങ്കിലും വരുമ്പോൾ ഞാൻ മേലോട്ട് നോക്കേണ്ടി വരും. ഇന്നെന്തായാലും ആ കാര്യത്തിൽ കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പം ചായ കൊണ്ടക്കട്ടെ. ഇത് ഞാനിങ്ങനെ നല്ല അടിപൊളിയായിട്ട് വെക്കും. അതിൻ്റെ ഇടയ്ക്ക് നാമി എടുക്കുക. അങ്ങനെ കൈ ഇതാന്ന് കണ്ട എടുത്തിട്ട് പോവുക. ഞാൻ പറഞ്ഞ നാമി എടുത്തെടുക്കുന്ന അവിടെ വെക്കുന്ന പറഞ്ഞ്. അപ്പം ഇതാണ് കണ്ണൂരപ്പം. അതും കൂടി വെച്ച് നമുക്ക് ചായ കൊണ്ട് കൊടുക്കാട്ടാ. അങ്ങനെ വീണ്ടും പാത്രം കഴുകൽ തന്നെ. ഈ പാത്രം കഴുകലിൻ്റെ അവസ്ഥ എന്താണെന്നല്ലേ, ഒരേ പാത്രം കഴുകൽ. ഇനി നമുക്ക് ബിരിയാണി വെക്കണം. അപ്പോൾ ബിരിയാണി വെക്കണമെങ്കിൽ എന്ത് വേണം, പിന്നെ ഉള്ളിയൊക്കെ കഴുകി. ആമി ഇപ്പുറത്തുനിന്ന് കമൻറ്റ് അടി നല്ലോണം നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഞാനൊരു തട്ടിക്കൂട്ടി ബിരിയാണിയെല്ലാം ആക്കാൻ ഉദ്ദേശിച്ചേട്ടാ. അപ്പം പെട്ടെന്ന് ഉള്ളിയെല്ലാം മുറിക്കട്ടെ. പുറത്ത് പോയിട്ട് ഇരുന്നിട്ട് കുറച്ച് നേരം ഇരിക്കാലാ. കുറേ നേരം നടക്കലും നിൽക്കലും ഒന്നും പറയണ്ട. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ആമി അജ്ജലും എന്തെങ്കിലും ഒപ്പിക്കൂ, അവരെ വഴക്ക് പറയാൻ വേണ്ടി പോവും. ഇത് തന്നെ അവസ്ഥ. അപ്പം ബിരിയാണി വെക്കാൻ ഇത്രയും ഉള്ളി വേണം. മറ്റേ നമ്മൾ കക്കിരിക്കും തൈരല്ലാക്കൂലേ, അതിനും കൂടിയിട്ടാണ് എടുത്ത് വെച്ച്. ഇനി എന്ത് വേണം, തക്കാളി. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. വെളുത്തുള്ളി തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് തൽക്കാലം എടുക്കാം. അത് ഞാൻ മീനെല്ലാം പൊരിക്കുന്നതിൻ്റെ അകത്ത്, അതായത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ അകത്താണ് ഇടല്. പക്ഷേങ്കിൽ ഇന്ന് തൽക്കാലം അപ്പോഴത്തേക്കോ അടുപ്പിൽ കത്തുന്നില്ല. അപ്പം ഇനി നമുക്ക് അലക്കിയിട്ടെല്ലാം പാത്രം കഴുകിയിട്ട് വരാം കേട്ടാ. ഇത് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നാണേ പാത്രം കഴുകൽ. അപ്പോൾ ഉള്ളിലുണ്ട് ഇങ്ങനത്തെ കരിയും മറ്റേ ഇങ്ങനത്തെ പാത്രമെല്ലാം ഞാൻ പുറത്തുനിന്നാണ് കഴുകൽ കേട്ടാ. പിന്നെ അവിടെ നിന്ന് കഴിക്കാൽ ആകെ കോലം കേടും. അതുകൊണ്ട് ഇത് പിന്നെ പുറത്തുനിന്ന് തന്നെയാണ് അധികം മിക്കവാറും ഇങ്ങനത്തെ പാത്രങ്ങളെല്ലാം കഴുകിയിടൽ. എൻ്റെ എനിക്ക് ഇന്നത്തെ ദിവസമില്ല, ശരിക്കും ഭ്രാന്തായി പോയിന് കേട്ടാ. അറക്കും ഭ്രാന്തല്ല, അങ്ങ് അച്ചാന്തലക്ക് ഭ്രാന്തായി പോയിന്. എന്നിട്ട് പിന്നെ ഇതാട്ടം പറഞ്ഞ ഉച്ചയ്ക്ക് ശേഷം നാറത്ത് പോവാന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം പിന്നെ സന്തോഷം. നമുക്ക് പിന്നെ അങ്ങനെയാണല്ലോ, നമുക്കെല്ലാം ഇച്ചിരി കിട്ടിയാൽ മതി. അത് തന്നെ നമുക്ക് ധാരാളം. അപ്പോൾ ഞാൻ അലക്കാനിരിക്കുമ്പോഴാണ് പറഞ്ഞത് നാറാത്ത് പോയാൽ. ഞാൻ ചോദിച്ചു എന്നാൽ നാറാത്ത് ഒന്നുമില്ല പോവാന്നെല്ലാം പറഞ്ഞു കേട്ടാ. അതിനൊരു റീസൺ ഉണ്ടായിരുന്നു, അത് ഞാനിവിടെ പറയുന്നില്ല. അപ്പം പിന്നെ റൂമിൽ വന്ന് നോക്കുമ്പോൾക്ക് ഞാൻ ഇവരെ കിടന്നെണീച്ച് പോയാൽ പോരാ, അത് മടക്കിയും കൂടി വെക്കണം എന്ന് പറഞ്ഞിട്ട്
പിന്നെ അത് എത്ര അടക്കി വെച്ചാലും ഇത് തന്നെ അവസ്ഥ. ഇനി ആ പരിപാടിയും കൂടി കഴിഞ്ഞാൽ ഞാൻ എന്തിനാ മുകളിലേക്ക് വന്നേന്നറിയാം, പിന്നെ അലക്കേണ്ട തുണി പൊറുക്കാൻ വേണ്ടിയിട്ട്. ഇവരാണെങ്കിലോ ഓരോരോ ദിവസം എടുത്ത് കൊണ്ടുവിടും, എന്നാലും ഉണ്ടാവും. അപ്പോൾ ഇതെൻ്റെ കമ്മലിൻ്റെ കളക്ഷനാണ് കേട്ടോ. അപ്പം ഞാൻ ആടി ഇടി ഊരി വിട്ടത് എൻ്റെ ഭാഗത്തും തെറ്റുണ്ടാവുമല്ല, ഞാനങ്ങനെ പെർഫെക്റ്റ് ഒക്കെയുള്ള ആളൊന്നല്ലല്ലോ. അമ്മേനെ കലമ്പിയാൽ അവർക്ക് നല്ലോണം കിട്ടുന്നതുകൊണ്ട് ഞാൻ തന്നെ അതെല്ലാം ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടാ. ഇത് ആമീൻ്റെ സെറ്റാട്ടോ, ആമീൻ്റെ മേക്കപ്പ് ബോക്സ് ഉണ്ടാ. അപ്പം അപ്പോൾ പിന്നെ ഇതെല്ലാം കഴുകേണ്ടതാട്ടാ. പിന്നെ അപ്പോഴേക്കും അമ്മ കപ്പക്ക അത് താളത്തേക്ക്, അതായത് ഞാൻ പറഞ്ഞില്ല രാവിലെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അതിനുള്ള സംഭവമാട്ടാ. അപ്പോൾ പിന്നെ അലക്കാനുള്ളത് കുതിർത്തിയിടാം. അപ്പോൾ അജ്വലാണ് കേട്ടോ ഈ വീഡിയോ എല്ലാം എടുത്തിട്ട് തരുന്ന ആള്. ഈ അലക്കും കൂടി കഴിഞ്ഞാൽ ഒരു സമാധാനമായി. എന്നാലും സമാധാനക്കേട് തന്നെ ഉണ്ടല്ലോ. ഇത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാലും പോക്കി ഓടുന്നുണ്ട് കേട്ടാ. അയ്യോ എന്തെല്ലാന്നല്ലേ. അത് കുറച്ച് നേരം അവിടെ കുതിരാൻ വെക്കട്ടെ. ഇവരെ യൂണിഫോമാണ്. ഇച്ചിരി കാന്താരി മുളക് ഉണ്ട് കേട്ടാ. അപ്പോൾ ഇതാ കാന്താരി മുളക് ഇതാ കണ്ടാ, കുറയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അത് അജ്വല് വീഡിയോ എടുത്ത കേട്ടാ. ഇനി നമ്മൾ യൂണിഫോം ഇട്ടിട്ട് പോക്കാതെ അറിയില്ലാതെ കേട്ടാ. അതായത് ഞാൻ അലക്കാൻ പോക്കാത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം മറന്നു, ഞാൻ ചായ കുടിക്കാൻ മറന്നുപോയി. വിശപ്പിൻ്റെ വിളി വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഈശ്വര ഞാൻ ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്ന്. അപ്പോഴിതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഐത്താട്ടിൻ്റെ കൂടെ ഒരുമിച്ചാണ് കഴിക്കല്ലേ. അപ്പോൾ ഇന്ന് ഐത്താട്ടിന് ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകേണ്ടി വന്നുകൊണ്ട് ഓറ് നേരത്തെ കഴിച്ചു. അത് കഴിഞ്ഞ് പിള്ളേർ കഴിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ മറന്നുപോയി. എന്നിട്ട് ഞാനപ്പോൾ ഒരു കാലിച്ചായ അങ്ങ് കുടിച്ചിന്. അപ്പം ഞാൻ അങ്ങ് വിട്ട് മറന്നുപോയി. അപ്പോഴത്തേക്കും ഞാൻ കുളിച്ചെല്ലാം വന്നു കേട്ടോ. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം കുക്കിങ് തുടങ്ങിയത്. അപ്പോൾ ഇതാ ഐഖൂറ ബിരിയാണി. അപ്പം അതിനിടയ്ക്ക് റിട്ടേൺ ചെയ്ത ഒരു സംഭവം വന്നതിന് മീഷോന്ന് ഒരു പാൻറ്റ് 150 റുപ്യ, ഒരു പാൻറ്റിന് 150 റുപ്യ, അങ്ങനെ 2 എണ്ണത്തിന് 300 രൂപ. അപ്പം ഇത് ഇട്ട് നോക്കിയില്ല, ഇനി ഇട്ട് നോക്കിയിട്ട് വേണം. 2 എണ്ണത്തിന് 300 പൊടി. എനിക്കെല്ലാം എന്തെല്ലാം ബാക്കി തത്തിരി. അപ്പം നല്ല പാൻ്റ് ആയിട്ടോ, ഒരു ലൂസ് പാൻറ്റാണ്. അപ്പം ബ്ലാക്കും വൈറ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാവരും ഇടാലോ, അതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഉച്ചക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നാറാത്ത് പോകണം. നാറാത്ത് പോയിട്ടാകുമ്പോൾ തിരിച്ച് വരണം. ആമിക്ക് എക്സാമാന്ന് പഠിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞൊക്കെ കൊടുക്കും.